റിപ്പോർട്ടർ SIT എക്സ്ക്ലൂസീവ്. ഫണ്ടില്ലാത്തതിനാൽ സംസ്ഥാനത്ത് PMAY ഭവന പദ്ധതി അവതാളത്തിൽ. പുതിയ വീട് ലഭിക്കുമെന്ന് കരുതി പഴയ വീട് പൊളിച്ച ഗുണഭോക്താക്കൾ പെരുവഴിയിലായിട്ട് 1 വർഷം കഴിഞ്ഞു. പൊളിച്ചിട്ട വീടിന് സമീപം ഷെഡ് കെട്ടിയാണ് പലരും താമസിക്കുന്നത്. സംസ്ഥാന സർക്കാർ വിഹിതവും ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുമാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം മുടങ്ങിക്കിടക്കുന്നത്. മിച്ചം ഞങ്ങൾക്ക് പഴയ വീടായിരുന്നു. ഗവൺമെൻറ്റാർ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. പൈസ തരാൻ ഞങ്ങൾ വീട് വെക്കി എന്ന് പറഞ്ഞ് പൊളിച്ച് മാറ്റിയെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ വേല ചെയ്തത്. ഇപ്പം ചെന്ന് കേൾക്കുമ്പോൾ അത്രയും വീട്ടിന് ഈ പൈസ വന്നില്ല എന്ന് പറയുന്നു. പുതിയ വീട് സ്വപ്നം കണ്ടവർ ഇതിലും ഭേദം ഇടിഞ്ഞും പൊളിഞ്ഞു വീഴാറായ പഴയ വീടാണെന്ന് ചിന്തിക്കുന്ന തരത്തിലെത്തി കാര്യങ്ങൾ. തൊളിക്കോട് പഞ്ചായത്തിലെ നസീറയ്ക്ക് 1 വർഷത്തിനിടെ കിട്ടിയത് വെറും 48,000 രൂപ മാത്രം. ആകെ 48,000 രൂപ കിട്ടിയുള്ളൂ. ഞങ്ങൾ കടം മറിച്ചാണ് ഇപ്പൊ ഇത്ര മേലാക്കി വെച്ചത്. ഇതിന് മുകളിൽ പോവാൻ ഞങ്ങളെ കൊണ്ട് പറ്റണില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ചും കടം മേടിച്ചും ഈ കാണുന്നത്ര പൊക്കി. ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ നിർവാഹമില്ല. ഇത് ഒരു ഉദാഹരണം മാത്രം. കേരളത്തിലെ മുഴുവൻ ഗുണഭോക്താക്കളും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. 70 പിന്നിട്ട നുസൈവ ബീവിയും ചോദിക്കുന്നത് ഈ ദുരിതമെന്ന് തീരുമെന്ന്. ഉണ്ടായിരുന്ന വീട് പൊളിച്ച അടിസ്ഥാനം കിട്ടി, 1 രൂപ ഇതുവരെ ലഭിച്ചില്ല. കമ്മൽ വിറ്റ് കിട്ടിയ പണം കൊണ്ട് തുടങ്ങിയ നിർമ്മാണവും നിലച്ചു. 1 പൈസ ഇതുവരെയും കിട്ടിയില്ല. ഞാൻ പഞ്ചായത്തിൽ പോയി പറഞ്ഞ് പൈസ പാസ്സായി കിടക്കണം, ഈ വോട്ട് കഴിഞ്ഞാൽ ഉടൻ ഉമ്മയ്ക്ക് കിട്ടുമെന്ന്. അതുപോലെ ഞാൻ എൻ്റെ കമ്മൽ വിറ്റ് 1,40,000 രൂപ ആയി. ഫൗണ്ടേഷൻ തീർന്നപ്പോൾ കേന്ദ്ര വിഹിതം ലഭിച്ചെങ്കിലും സംസ്ഥാന വിഹിതം കൂട്ടിച്ചേർക്കാൻ കഴിയാത്തതാണ് PMAY പദ്ധതിയിലെ പ്രതിസന്ധിക്ക് പിന്നിൽ. സംസ്ഥാന വിഹിതം മാറ്റിവെക്കാതെ കേന്ദ്ര ഫണ്ട് ലഭിക്കില്ല. പദ്ധതി പ്രകാരം വീടൊന്നിന് ഗ്രാമപഞ്ചായത്ത് 70,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് 1,12,000 രൂപയും ജില്ലാ പഞ്ചായത്ത് 98,000 രൂപയും നൽകണം. ഇതിനു പുറമെയാണ് കേന്ദ്ര സംസ്ഥാന വിഹിതമായ 1,20,000 രൂപ. എന്നാൽ ത്രിതല പഞ്ചായത്തുകളുടെ കയ്യിൽ പണമില്ലാതെ വന്നതോടെ പദ്ധതി പാതി വഴിയിൽ നിലയ്ക്കുകയായിരുന്നു. പ്രശ്നപരിഹാരത്തിന് ത്രിതല പഞ്ചായത്തുകൾക്ക് ഹഡ്കോ വായ്പയെടുക്കാൻ ഉത്തരവിറങ്ങിയെങ്കിലും നടപടിക്രമങ്ങൾ എങ്ങുമെത്തിയില്ല. കാലവർഷം എത്തും മുമ്പ് പണി പൂർത്തിയായില്ലെങ്കിൽ ഇക്കണ്ട ദുരിതങ്ങൾ ഇരട്ടിയാകും. റിപ്പോർട്ടർ MG പ്രതീഷ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.